വിവാദങ്ങൾക്കിടെ ADGP MR അജിത് കുമാറിന് വിശിഷ്ട സേവാ മെഡലിന് ശുപാർശ. DGPയാണ് സർക്കാരിന് ശുപാർശ നൽകിയത്. അജിത് കുമാറിന് വിശിഷ്ട സേവാ മെഡൽ നൽകണമെന്ന ശുപാർശ നേരത്തെ കേന്ദ്ര സർക്കാർ തള്ളിയിരുന്നു. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമൽ, 4 തവണ കേന്ദ്രം ഈ ശുപാർശ തള്ളിയതാണ്. അതൊരു ഭാഗത്തുണ്ട്. മറുഭാഗത്ത് ഇതേ DGP തന്നെയാണ് ഈ P. വിജയനെതിരെ വ്യാജമൊഴി നൽകിയെന്നതിൽ ഇപ്പോൾ അന്വേഷണം വേണം MR അജിത് കുമാറിനെ എന്നും സർക്കാരിനോട് പറഞ്ഞിരിക്കുന്നത്. DGP സ്ഥാനത്തേക്ക് MR അജിത് കുമാറിനെ പരിഗണിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. 6 പേരുടെ പട്ടിക കൈമാറുമ്പോൾ അതിൽ MR അജിത് കുമാറിൻ്റെ പേരുമുണ്ട്. സീനിയോറിറ്റി പട്ടികയിൽ 6ാമതാണ് എങ്കിൽ കൂടി ആ പട്ടികയിൽ പേരുൾപ്പെട്ടു എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നിരവധി ആരോപണങ്ങൾ നേരിടുന്ന ഒരു ഉദ്യോഗസ്ഥൻ, തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട്, അതോടൊപ്പം തന്നെ അൻവറിൻ്റെ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ആരോപണ വിധേയനായി നിൽക്കുന്ന ഉദ്യോഗസ്ഥരാണ്. ഇതിൽ പൂരം കലക്കലടക്കമുള്ള വിഷയങ്ങളിലെ പൂർണ്ണമായ അന്വേഷണം പോലും ഇതുവരെയും നടന്നൊരു റിപ്പോർട്ടൊന്നും സമർപ്പിക്കപ്പെട്ടിട്ടില്ല. ആ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് വിശിഷ്ട സേവനത്തിനുള്ള മെഡലിനുള്ള ശുപാർശ ഇപ്പോൾ MR അജിത് കുമാറിനായി പോകുന്നത്. DGPയാണ് മുഖ്യമന്ത്രിക്ക് ശുപാർശ നൽകിയിരിക്കുന്നത്. ഇനി ഈ ശുപാർശ കേന്ദ്രത്തിലേക്ക് എത്തും. നേരത്തെ ഇത്തരം ഒരു ശുപാർശ വന്ന സമയത്ത് കേന്ദ്രത്തിന് മുൻപാകെ ഈ പട്ടികകൾ സമർപ്പിച്ചിരുന്നു. ആ പട്ടികയിൽ പേരുണ്ടായിരുന്നു. അന്ന് പക്ഷേ കേന്ദ്രം ഈ ചില ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അന്ന് ഈ പേര് തള്ളുകയാണ് ചെയ്തത്. ഇപ്പോൾ ആര് പറഞ്ഞതുപോലെ ഏറ്റവും കൗതുകകരം അല്ലെങ്കിൽ രസകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഇതേ DGP തന്നെയാണ്, ദർവേഷ് സാഹിബ് തന്നെയാണ് വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് P. വിജയനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ കേസെടുക്കാം എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് ഒരു ശുപാർശ എത്തിച്ചത്. പക്ഷേ ആ ഒരു വിഷയമൊന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും തുടർ നടപടികളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. DGP സ്ഥാനത്തേക്ക് അജിത് കുമാർ എത്തുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഉയർന്നു നിൽക്കുന്നതിനിടെയുള്ള ഇപ്പോഴത്തെ ഈ നീക്കങ്ങൾ എന്തായാലും പ്രതിപക്ഷമടക്കം വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിലവിൽ DGP സർക്കാരിന് ശുപാർശ ചെയ്തിട്ടുണ്ട്. തുടർ നടപടികൾ ഉണ്ടാകേണ്ടത് സർക്കാരിൽ നിന്നുമാണ്. ശരി, അമലാണ് വിവരങ്ങൾ നൽകിയത്.